ആ കുട്ടി എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. അല്ല ഡോക്ടറെ, നിങ്ങൾ ഈ പറയുന്ന കുടുംബത്തിന് വേണ്ടിയിട്ട്, ഈ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫ് എന്തിനാ നമ്മൾ കളയണേന്ന്? നമ്മളുടെ രസം, നമ്മളുടെ ഇഷ്ടങ്ങള്, നമ്മളുടെ സ്വാതന്ത്ര്യങ്ങള് അതെന്തിനാ നമ്മൾ കളയുന്നേ? ഈ ചോദ്യം കേട്ട് എനിക്ക് തിരിച്ചവനോട് പറയാൻ മറുപടികൾ ഉണ്ടായിരുന്നില്ല. കുടുംബത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി മാത്രമാണോ നമ്മൾ ജീവിക്കുന്നത്? അടുത്ത അവൻ്റെ വാക്ക് ഇങ്ങനെയായിരുന്നു: എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും അല്ലെങ്കിൽ എൻ്റെയും തീരുമാനപ്രകാരമല്ല ഞാൻ ജനിച്ചത്, അവരുടെ മകനായി ജനിക്കണമെന്ന് വിധിയായിരുന്നു. അങ്ങനെ ഞാൻ ജനിച്ചു. ഇനി മരിക്കുന്നത് വരെ ഞാൻ സ്വതന്ത്രനായി ജീവിക്കും. ആ ജീവിതം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചുകൂടെ എന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത്, ഒരു പക്ഷേ അവിടെ ചർച്ച അവസാനിപ്പിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ അനുഭവങ്ങളിൽ ഒന്നാണ് എങ്കിൽ അടുത്ത ഒരു അനുഭവം കൂടി നമുക്ക് കേൾക്കാം. ആർ യു റെഡി? അപ്പോ ഒരുപക്ഷെ അവൻ ഒരിക്കലും, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ലഹരികളൊക്കെ ഉപയോഗിച്ച് നിൽക്കുമ്പോൾ അതിൽ നിന്നും പിന്തിരിയത്തക്ക രൂപത്തിൽ അവനെ ഉപദേശിക്കുമ്പോൾ, ഒരു വേള കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് വേണ്ടി എന്തിനാണ് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ മറച്ചു വെക്കുന്നത്, മാറ്റി നിർത്തുന്നത് എന്ന ആ കുട്ടിയുടെ ചോദ്യം, അത് എത്രയോ തവണ ഞാൻ കേട്ട് പഴകിയ ഒരു ചോദ്യമാണ് എങ്കിലും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മുൻപിൽ മറ്റൊരു അനുഭവം കൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഒരിക്കല് ഒരു പെൺകുട്ടിയാണ് ക്ലിനിക്കിൽ കൊണ്ടുവന്നത്. അവള് ഒരു പ്രേമബന്ധത്തിലാണ് ഉള്ളത്. പക്ഷേ ഒരു തരത്തിലും മാതാപിതാക്കൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ കഴിയാത്ത, ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കാൻ പറ്റാത്ത ബന്ധമായിരുന്നു. അവരുടെ കാഴ്ചപ്പാടുകൾക്കോ അവരുടെ സ്വപ്നങ്ങൾക്കോ ഉതകുന്ന ഒരു ബന്ധമായിരുന്നില്ല അത്. ആ കുട്ടിയുടെ ഭാവി ജീവിതം ഒരിക്കലും സംതൃപ്തകരമായി മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയില്ല ആ പയ്യന് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് അവർ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ക്ലിനിക്കിൽ എത്തുന്ന സമയത്ത് ആ കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ബന്ധമാണ് എന്നും, ഈ 7ാം ക്ലാസ് മുതൽ +2 ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്തിനുള്ളിൽ എണ്ണിയാൽ തീരാത്ത അത്രയും തവണ ഈ പയ്യനുമായി കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുവാൻ, സംസാരിക്കുവാൻ വേണ്ടിയിട്ട് പല തവണയായി അവൻ പലതരത്തിലുള്ള മൊബൈൽ ഫോണുകളും ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം വീട്ടുകാർ കണ്ടുപിടിക്കുകയും ഉപയോഗിക്കാതെ അതിൽ നിന്നും കുട്ടിയെ തടഞ്ഞു നിർത്തുകയുമാണ് ചെയ്തത്. എൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് കഴിഞ്ഞ 1 വർഷമായി നിരന്തരം ഈ പ്രവർത്തനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ വീട്ടുകാർ ഫോൺ എന്താണെങ്കിലും കിട്ടുമെന്ന് ഉറപ്പായി, അതവൾ ഉപയോഗിക്കും എന്ന് ഉറപ്പായി. അപ്പൊ പിന്നെ അതിൻ്റെ ഉപയോഗം നിർത്താൻ വീട്ടുകാർ കണ്ടെത്തിയ, അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും കൂലംകുശമായി ചിന്തിച്ച് അവർ കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണ് വീട്ടില് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള എല്ലാ പഴുതുകളും അടയ്ക്കുക എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഫോൺ ചാർജ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും വീട്ടിലേത് അടച്ചു വെക്കുക. ചുരുക്കി പറഞ്ഞാൽ എല്ലാ പ്ലഗുകളും വീട്ടിൽ ക്ലോസ് ചെയ്യാണ്. ആ ഉമ്മ അടുക്കളയിൽ പോലും ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കാതെ കഴിഞ്ഞ 1 വർഷമായി ഭക്ഷണം ഉണ്ടാക്കുകയാണ്. മിക്സി ഇല്ല, ഫ്രിഡ്ജില്ല, വാഷിംഗ് മെഷീൻ ഇല്ല, അല്ലെങ്കിൽ ഗ്രൈൻഡർ ഇല്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് യാതൊരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ആ അടുക്കളയിലില്ല. പഴമയിലേക്ക് മടങ്ങിക്കൊണ്ട് ഇടിച്ചും അല്ലെങ്കിൽ അമ്മിയിൽ അരച്ചും ഭക്ഷണം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ആ ഉമ്മ മാറിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടാ? സുഖ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും അവയെല്ലാം മറച്ചു വെച്ചത്, മാറ്റി വെച്ചത് തൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ട് മാത്രം. പലപ്പോഴും അവർ ഉപയോഗിക്കുന്നത്, വീട്ടിലെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനും 2 മൊബൈൽ ഫോൺ മാത്രമാണ് ആ വീട്ടിലുള്ളത്. അത് സ്മാർട്ട് ഫോൺ ആയിരുന്നില്ല, ടച്ച് ഫോൺ അല്ല. ഈ ഫോണ് തൊട്ടടുത്ത തറവാട് വീട്ടിൽ പോയിട്ട് ചാർജ് ചെയ്യും. കുറേ സമയം 2 ദിവസം 3 ദിവസമൊക്കെ ചാർജ് നിൽക്കുന്ന രൂപത്തിലുള്ള മൊബൈൽ ഫോൺ.
ഇങ്ങനെ എല്ലാ തരത്തിലും ആ കുട്ടിക്ക് പുറവുമായി അല്ലെങ്കിൽ ഈ പയ്യനുമായുള്ള ബന്ധം സ്റ്റോപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ വീട്ടുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതിൻ്റെ 2 ദിവസം മുൻപേ ഈ കുട്ടിയുടെ കയ്യിൽ നിന്നും വീണ്ടും മൊബൈൽ ഫോൺ കിട്ടുകയാണ്. ആ കുട്ടിയുടെ കയ്യിൽ നിന്നും കിട്ടിയതല്ല, ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. ആ കുട്ടിക്ക് യൂട്രസുമായി ബന്ധപ്പെട്ട് ഗർഭപാത്ര സംബന്ധമായ ഒരു അസുഖം ഉണ്ടായത് കാരണം തൊട്ടടുത്ത ഹോസ്പിറ്റലിലുള്ള ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഗൈനക്കോളജിസ്റ്റ് നടത്തിയ പരിശോധനയിലാണ് മൊബൈൽ ഫോൺ ഒളിപ്പിച്ചു വെച്ചത് കാണുന്നത്. അങ്ങനെ ഈ മൊബൈൽ ഫോണ് എങ്ങനെ ചാർജ് ചെയ്തു എന്ന ചോദ്യത്തിന് അവൾ നൽകിയ മറുപടി എങ്ങനെയായിരുന്നു? ഓരോ പ്ലഗും ഓപ്പൺ ചെയ്താൽ അവൾ തുറന്നു കഴിഞ്ഞാൽ അറിയുന്ന രൂപത്തിലാണ് വാപ്പ എന്തൊക്കെയോ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാ പ്ലഗുകളും. ഇവള് പ്ലഗ് മുഴുവനായും പറിച്ചെടുത്ത് അതിനുള്ള എക്യുപ്മെന്റ് ഒക്കെ ആ പയ്യൻ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തിരുന്നു. പ്ലഗ് മുഴുവനായും അതിൻ്റെ ആണിയടക്കം പറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് മൊബൈൽ ഫോൺ ചാർജ് ചെയ്തിരുന്നത്. ഒരു വിധേനയും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ മാതാപിതാക്കൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത രൂപത്തിൽ പ്ലഗിനുള്ളിൽ വെച്ചിട്ട് അവൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തു. അവരാരും കണ്ടുപിടിക്കാതെ ഈ ഒരു വർഷക്കാലം അവൾ ആ ബന്ധം തുടർന്നു. ഒരു പക്ഷേ യാതൊരു സംശയവും ആ മാതാപിതാക്കൾക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ക്ലിനിക്കിൽ കൊണ്ടുവന്ന് നേരത്തെ അതേ രൂപത്തിൽ ആ ബന്ധത്തിൽ അവൾക്ക് ഉണ്ടാവാൻ പോകുന്ന, അവൾ അനുഭവിക്കാൻ പോകുന്ന എല്ലാ വരുംവരായികകളെ കുറിച്ചും സംസാരിച്ച് ഒടുവിൽ വീണ്ടും അവൾക്ക് വേണ്ടി ഇത്രയേറെ ത്യാഗം സഹിക്കുന്ന സ്നേഹനിധികളായ ആ മാതാപിതാക്കളിലേക്ക് എത്തിയപ്പോൾ, ആ കുടുംബത്തിലേക്ക് എത്തിയപ്പോൾ എന്നത്തെയും പോലെ അവളും പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. എന്തിനാണ് കുടുംബത്തിനു വേണ്ടി നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത്? എന്തിനാണ് കുടുംബത്തിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ മാറ്റി നിർത്തുന്നത്? എൻ്റെ ഇഷ്ടങ്ങളെ, എൻ്റെ സ്വാതന്ത്ര്യങ്ങളെ ഞാൻ ഹനിക്കുന്നത്? ഞാൻ ജീവിക്കേണ്ടത് എനിക്കിഷ്ടമുള്ള ആളുടെ കൂടെയല്ലേ? ഞാൻ ജീവിക്കേണ്ടത് എനിക്കിഷ്ടമുള്ള രൂപത്തിലല്ലേ? മൈ ലൈഫ് മൈ ചോയ്സ് എന്നതായിരുന്നു അവളുടെ ഉത്തരം. പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ ഒരുപാട് അനുഭവങ്ങളിൽ 2 അനുഭവങ്ങൾ മാത്രമാണ്. ഇതിവിടെ ഞാൻ പറഞ്ഞു വെക്കാൻ കാരണം, നമ്മൾ പ്രതീക്ഷയും സ്വപ്നങ്ങളും നൽകിക്കൊണ്ട് വളർത്തി വലുതാക്കുന്ന നമ്മുടെ നാളെയുടെ വാഗ്ദാനമായി മാറേണ്ട നമ്മുടെ പുതുതലമുറ, നമ്മുടെ മക്കള്, ഞാനടക്കമുള്ള ഓരോ മനുഷ്യനും അമ്മയാവാൻ പോകുന്നു, അച്ഛനാകാൻ പോകുന്നു എന്നറിയുന്ന നിമിഷം മുതൽ ഈ മക്കളിൽ നാം അറിയാതെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മാറിപ്പോവുകയാണ്, മക്കളിലേക്ക് മാറ്റപ്പെടുകയാണ്. ഒരു വേള നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളേറെ മക്കൾക്ക് വേണ്ടി നമ്മൾ പലതും ത്യജിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു പക്ഷേ നാളെ എന്ന് പറയുന്ന കാലഘട്ടം ഏത് വിധേനയായിത്തീരുമെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലകൊള്ളുന്നത് എന്ന് ഞാൻ അടങ്ങുന്ന കുടുംബിനികളും ഉമ്മമാരും അമ്മമാരും മാതാപിതാക്കളും അറിഞ്ഞിരിക്കുക എന്നത് തന്നെയാണ്. ഇവിടെ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികൾക്കൊന്നും ഇപ്പോ എന്ത് വേണ്ട? എന്ത് വേണ്ട തന്നെയാളെ? എന്താ വേണ്ടാത്തേ? എന്താ വേണ്ടാത്തേ? കുടുംബം. എന്താണ്? കുടുംബം വേണ്ട, നമ്മളൊന്നും വേണ്ടാന്ന്. നമ്മള് സ്വപ്നം കാണില്ലേ? കിനാവ് കാണില്ലേ? നമ്മളിങ്ങനെ താലോലിച്ച് വളർത്തുന്നില്ലേ? ഈ പൊന്നോമന മക്കൾക്ക് നമ്മളെ വേണ്ട എന്ന് പറയുന്നൊരു നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആ വാദത്തിൻ്റെ പേരാണ് ലിബറലിസം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടവരായിരിക്കും. ലിബറലിസം എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് ലിബറലിസം? മോശമാണ്. ലിബറലിസത്തെ കുറിച്ച് കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി കാണി. ഒരാളാണെങ്കിലും പൊക്കാം. ഒരാളോ 2 ആളോ ഇവിടെ കേട്ടിട്ടുണ്ട്. എന്തിനാ നിങ്ങൾക്ക് ഇത്ര നാണം? നമ്മൾ കേൾക്കണട്ടാ. കാരണം നമ്മളുടെ മക്കളില്ലേ, നമ്മളുടെ മുന്നിൽ ഓടുന്ന നമ്മുടെ മക്കള്, നമ്മൾ മാതൃകയായി മാറേണ്ട നമ്മുടെ മക്കള്, ആ മക്കളുടെ ജീവിതത്തിന്റെ മൊഡ്യൂളാണ് അല്ലെങ്കിൽ മോട്ടോയാണ്, അവരുടെ മുദ്രാവാക്യമാണ് ഈ ലിബറലിസം എന്നിരിക്കെ ഒരു വേള നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുകയെങ്കിലും വേണ്ടേ പ്രിയപ്പെട്ടവരെ? നമ്മളുടെ കുട്ടികളുടെ വാദം എന്ന് പറയുന്നത് ലിബറലിസമാണ്, അഥവാ സ്വതന്ത്രവാദമാണ്.
ദേ വോണ്ട് ഫ്രീഡം. അവർക്ക് എന്താ വേണ്ടത്? സ്വാതന്ത്ര്യമാണ് വേണ്ടത്. എന്താണ് അതിനെക്കുറിച്ച് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ലിബറലിസത്തിന്റെ ലോകത്തെ ഏറ്റവും ശക്തനായ ബുദ്ധിജീവി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. അയാളുടെ പേര് യോഹാൻ നോഹ ഹരേര എന്നാണ്. യുവാൽ നോഹ ഹരേര. ഇദ്ദേഹം ഏകദേശം 42-45 പ്രായം മാത്രമുള്ള ഒരു ബുദ്ധിജീവിയാണ്. ഇദ്ദേഹത്തിന്റെ 3 വളരെ ഫേമസ് ആയ 3 ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട 3 പുസ്തകങ്ങളുണ്ട്. അതില് ഒന്നാമത്തെ പുസ്തകം ഹോമോ സാപ്പിയൻസ് എന്നാണ്. രണ്ടാമത്തെ പുസ്തകം 21 ലെസൺസ് ടു 21st സെഞ്ചുറി. മൂന്നാമത്തെ പുസ്തകം ദ ലെസൺ ടു ദ മാൻകൈൻഡ്, ദ എക്സ്പ്ലനേഷൻ ടു ദ മാൻകൈൻഡ് എന്നാണ്. ഈ 3 പുസ്തകങ്ങളിലും പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്, നമ്മൾ മനുഷ്യന്മാരെ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, നമ്മളെ മനസ്സിൽ കരുതിയാലും ഇല്ലെങ്കിലും 2300 ആവുമ്പോഴത്തേക്കും കുടുംബം എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഇല്ലാതെയാകും. കുടുംബം എന്ന് പറയുന്ന ആ അവസ്ഥയുണ്ടല്ലോ, അത് നമ്മുടെ ഭൂമിയിൽ ഇല്ലാതെയാവുകയാണ്, ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ പുസ്തകത്തിൽ, ഈ 3 പുസ്തകങ്ങളിലും ആകെ മൊത്തം പറഞ്ഞു വെക്കുന്നത്. അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്, ഏകദേശം 20-30 വർഷങ്ങൾ കൊണ്ട് നാം അടങ്ങുന്ന മനുഷ്യന്റെയൊക്കെ സന്തോഷത്തിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്തോഷത്തിന്റെ അളവ് കോല് എന്ന് പറയുന്നത്, അത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ചും അതിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചും കൂടെ ഏതാണിനെയും പെണ്ണിനെയും മറ്റേതൊരാണിനും പെണ്ണിനും എങ്ങനെയും ഉപയോഗിക്കാം എന്നതിനനുസരിച്ചുമായിരിക്കും. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ അത് നാളെയല്ലേ, അല്ലെങ്കിൽ 10-20 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടല്ലേ എന്ന് വായിക്കുന്ന ഞാനോ നിങ്ങളോ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ, അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. വേഗം ആ ലക്ഷ്യത്തിലേക്ക് നമ്മളുടെ നാട്, നമ്മളുടെ മക്കള്, നമ്മളുടെ കുടുംബം ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നതിനുള്ള കുറച്ച് തെളിവുകളാണ് നമ്മൾ ഇന്നിവിടെ എടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മക്കളൊക്കെ കുടുംബം വേണ്ട, അല്ലെങ്കിൽ എന്തിനാണ് ഉമ്മ ഉപ്പ സഹോദരങ്ങള് അതുമായി ബന്ധപ്പെട്ടുള്ള നാം ഒതുങ്ങിക്കൂടേണ്ട ആ ഒരു കുടുംബം എന്തിനാണ് എന്ന ചോദ്യത്തിന് പിറകില് ഒരു പക്ഷേ കുടുംബത്തിനകത്ത് നിന്നാൽ, കുടുംബത്തിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ, ആ ബന്ധത്തിന്റെ ആഴം ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ സ്വതന്ത്രവാദം എന്ന് പറയുന്ന അതിമനോഹരമായ, വളരെ മനോഹരമായ ആകർഷണീയത നിറഞ്ഞ ഈ തിയറിയിലേക്ക് എനിക്ക് എത്തുവാനോ ആസ്വദിക്കുവാനോ കഴിയുകയില്ല എന്നത് തന്നെയാണ്. ഇനി എന്താണ് ലിബറലിസം എന്ന് നമുക്ക് നോക്കാം. സ്വതന്ത്രവാദം എന്ന് പറഞ്ഞാൽ 2 തത്വങ്ങളാണ് അതിലൂടെ നിലനിർത്തപ്പെടുന്നത്. ഒന്നാമത്തത് ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്തത് ഇക്വാലിറ്റിയാണ്. ഫ്രീഡം എന്താണ്? സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ? എന്തിനുമുള്ള സ്വാതന്ത്ര്യം, എന്തിനുമുള്ള, എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഒരു മനുഷ്യന് ഇഷ്ടമുള്ള എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അവിടെ നന്മയുണ്ടോ തിന്മയുണ്ടോ? ഇല്ല. അവിടെ ധാർമ്മികതയുണ്ടോ അധാർമികതയുണ്ടോ? ഇല്ല. നല്ലതെന്നോ ചീത്തതെന്നോ ഇല്ലാതെ ഒരു മനുഷ്യന് തോന്നുന്ന എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ഇവർ ഉദ്ദേശിക്കുന്ന ഈ ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി ഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താ? ഇന്ത്യയിലെ ഇക്വാലിറ്റി എന്താ? തുല്യത. ആര് തമ്മിലുള്ള തുല്യത? ആണും പെണ്ണും തമ്മിലുള്ള തുല്യത. ആണിനും പെണ്ണിനും തുല്യമായ അവകാശങ്ങൾ, ആണിനും പെണ്ണിനും തുല്യമായ സ്വാതന്ത്ര്യങ്ങൾ, ആണിനും പെണ്ണിനും തുല്യമായ രീതികൾ. അങ്ങനെയാണോ നാദാപുരംകാരെ? അങ്ങനെയാണോ? എന്തേ അല്ലാത്ത? എവിടെ അല്ലാത്തത്? നിങ്ങളൊക്കെ അല്ലാന്ന് പറഞ്ഞു കുറെ പേര്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരാണിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പെണ്ണുങ്ങൾക്ക് പറ്റുമോ? ഏതാ പറ്റാത്തത്? എല്ലാം പറ്റൂലേ? നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാല് ഒരാണിനെ കൊണ്ട് സാധിക്കുന്ന എല്ലാം നമ്മളെ കൊണ്ട് സാധിക്കും, അല്ലേ? എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഓരോ പെണ്ണിനെ കൊണ്ടും പറ്റും. പ്രിയപ്പെട്ടവരെ, അടുത്ത ചോദ്യം, ഒരു പെണ്ണിനെ കൊണ്ട് പറ്റുന്ന എല്ലാം ആണിനെ കൊണ്ട് സാധിക്കുമോ? അതിനെല്ലാരും ഇല്ലാന്ന്.
ഉറപ്പല്ലേ? ഇല്ലേ? പറ്റുമോ? നൗഷാദക്ക പറയാണ് എന്ത്? ഞാൻ നൗഷാദക്കാന്റെ കൂടെ ഇരിക്കുമ്പോ ഞാൻ നൗഷാദക്കാനോട് പറയാ, അല്ല നൗഷാദക്ക, വലുതിനെ ഞാൻ പറ്റില്ലേ, രണ്ടാമത്തെ നിങ്ങൾ പറ്റാളീന്ന്. ഇക്വാലിറ്റി വേണ്ടേ പ്രിയപ്പെട്ടവർ? ഇക്വാലിറ്റി എന്ന് വെച്ചാൽ എന്താ? സമത്വമാണ്. ഈക്വൽ ആവണം, ഒരുപോലെ ആവണം. അപ്പൊ വല്യോൻ ആര് പറ്റൂ? ഞാൻ പറ്റൂ. പെറ്റു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നാദാപുരത്തും പെറ്റു തന്നെയല്ലേ പറയാ? ഇല്ല, നിങ്ങളൊക്കെ മുഖം കണ്ട് പറയാത്ത പോലെ ഇരിക്കുക. ഞാൻ പ്രസവിച്ചു. അപ്പൊ രണ്ടാമത്തേന് ആര് പ്രസവിക്കട്ടെ? നൗഷാദക്ക പ്രസവിക്കട്ടെ. നടക്കണ കാര്യ? ഞാൻ പറയാ, വല്യോന് ഞാനല്ലേ പാല് കൊടുത്തത് 2 വയസ്സ് വരെ. എത്ര പ്രയാസമുണ്ട് അല്ലേ? ഇല്ലേ? പെറ്റ ഉടനെ നേഴ്സ് വന്ന് പറയണ ഒരു കാര്യമുണ്ട്, 2 മണിക്കൂർ കൂടുമ്പോ പാല് കൊടുക്കണം കേട്ടോന്ന്. പെറ്റ വേദനയും സഹിച്ച് കിടക്കുക. സ്വതന്ത്രമായിട്ട് നമുക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോഴാ നേഴ്സ് വന്ന് തോണ്ടി പറയണേ 2 മണിക്കൂറിന്റെ മുമ്പേ പാല് കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് ഡീഹൈഡ്രേഷൻ വരും, കുട്ടിക്ക് മഞ്ഞപ്പിത്തം വരും, കുഞ്ഞിന് പ്രശ്നമാണ്. 2 മണിക്കൂർ കൂടുമ്പോ ഉണരാന് നമ്മൾ അലാറം വെക്കലുണ്ടായിരുന്നോ? അലാം വെക്കുവോ? വേണ്ട. ഒരു അലാറത്തിന്റെയും സഹായം ഇല്ലാതെ, ഒരാളും തട്ടി വിളിക്കാതെ 2 മണിക്കൂർ ആവുന്നതിന്റെ മുൻപേ ഞാനും നിങ്ങളും എഴുന്നേറ്റിട്ടുണ്ട്. കുഞ്ഞിന് പാലൂട്ടിയിട്ടുണ്ട്. 2 വയസ്സ് വരെ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് കുഞ്ഞിന് പാലൂട്ടിയെങ്കിൽ രണ്ടാമത്തേന് പറയാണ്, നൗഷാദക്ക ഇത് നിങ്ങൾ പാലുകൊടുത്തോളീന്ന്. ഇക്വാലിറ്റി വേണോ? ഇല്ലേ? ഒന്നാമത്തോന് നമ്മളല്ല പാല് കൊടുത്തേ, ഞാനല്ല പാല് കൊടുത്തേ. അതുകൊണ്ട് രണ്ടാമത്തേന് നൗഷാദക്ക പാല് കൊടുക്കട്ടെ. കയ്യോ പ്രിയപ്പെട്ടവരെ? നടക്കുവോ? നടക്കൂല. 10 മാസം കൊണ്ട് നടക്കാൻ കഴിയൂല എന്ന് മാത്രല്ല, അത്രയും വെയിറ്റ് ഉള്ള ഒരു കല്ല് വയറ്റത്ത് വെച്ചാൽ പോലും ഓർക്ക് എണീറ്റെന്ന് നമ്മൾ ചെയ്തതുപോലെ വീട്ടു ജോലികളും ചെയ്ത് നമ്മളുടെ ദൈനംദിന കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ നിങ്ങൾ ഓർക്ക് കാണും പെണ്ണും തുല്യരാണോ? തുല്യരാവാൻ പറ്റുമോ? ഇതിനു വേണ്ടിയാണ് ഘോരം ഘോരം പ്രസംഗിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതുതലമുറയെ, നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കൊണ്ട് നടക്കുന്ന നമ്മുടെ മക്കളെ വഴിതിരിച്ച് വിഷം വമിക്കുന്ന ആ ചിന്ത അവരുടെ ഉള്ളിലേക്ക് നമ്മൾ പോലും അറിയാതെ ഇട്ടുകൊടുത്തുകൊണ്ട് കുടുംബം എന്ന് പറയുന്ന മനോഹരമായ സംരക്ഷണ വലയത്തിൽ നിന്നും നമ്മുടെ മക്കളെ കൊണ്ടുപോകുന്നത്. അവിടെ അവരെ പിടിച്ചു നിർത്തണമെങ്കിൽ പുറത്ത് നോക്കിയാൽ ഈ ലിബറലിസമാണ്, അവിടെ ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ് അല്ലേ? എന്താ എനിക്ക് ഈ വസ്ത്രം ഇട്ടാ കുഴപ്പം? എന്താ ഞാനും ആണുങ്ങളുടെ പോലെ പുറത്തേക്ക് ഇറങ്ങി നടന്ന പ്രശ്നം? എന്താ ഞാനും നട്ടപ്പാതിരക്ക് മുറ്റത്ത് കൂടെ നടന്ന, അങ്ങാടി കൂടെ നടന്നാലുള്ള പ്രശ്നം? എന്താ പ്രശ്നം? ഇവിടെ പ്രയാസപ്പെടുന്നതും അനുഭവിക്കുന്നതും മുഴുവൻ സ്ത്രീകളാണ് എന്നാണ് കാലം നമുക്ക് മുൻപിൽ തെളിയിച്ചു തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു.